ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നൊരു കുട്ടി വ്ളോഗ് എടുക്കാനാണ് പ്ലാൻ. കാരണം ഇന്ന് എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് ഫങ്ഷൻ നടക്കുന്നുണ്ട്. അതിന് മെയിൻ റീസൺ എന്ന് പറയണത് എനിക്ക് നേഴ്സിംഗ് പഠിക്കണമെന്നാണ് നല്ല ആഗ്രഹം. കൊച്ചിലെ തൊട്ടേ അങ്ങനെ തന്നെ നേഴ്സിങ്ങിനോടൊരു താല്പര്യമുണ്ട്. എൻ്റെ അമ്മയുടെ അനിയത്തിയൊക്കെ നേഴ്സാണ്. അപ്പം അതൊക്കെ കണ്ട് ഒരാഗ്രഹം നേഴ്സാവാൻ. അങ്ങനെ ഇപ്പോൾ ഒക്ടോബറായി, നമ്മൾ ജൂൺ തൊട്ടേ കാത്തിരിക്കുകയാണ് അഡ്മിഷന് വേണ്ടി. അങ്ങനെ ഓരോ അലോട്ട്മെന്റ് വരും, കിട്ടില്ല, അങ്ങനെ കാത്തിരുന്ന് അവസാനം അങ്ങനെ അഡ്മിഷൻ കിട്ടി. അപ്പൊ അതിൻ്റെ ഒരു ചെറിയ സന്തോഷത്തിന് നമ്മൾ ട്രീറ്റ് കൊടുക്കാനാണ് പ്ലാൻ. സദ്യ, ഉച്ചയ്ക്ക് ഒരു സദ്യ. ഈ ട്രീറ്റ് മെയിനായിട്ട് പ്ലാൻ ചെയ്ത എൻ്റെ അമ്മാമ്മയാണ്. അപ്പം എന്താവും അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് നല്ല അടുത്ത മാസം നവംബറൊക്കെ ആകുമ്പോൾ ക്ലാസ് തുടങ്ങും. പക്ഷെ കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടിയോണ്ടൊരു സന്തോഷം അങ്ങനെ ഇരിക്കണം. ഇനി അപ്പുറത്ത് പോകണം. അപ്പുറത്താണ് എൻ്റെ അമ്മാമ്മയുടെ വീട്. അവിടെ ചെന്നിട്ട് ഇനി സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. ബൈ. അങ്ങനെ നമ്മൾ അമ്മാമ്മയുടെ വീട്ടിലെത്തി. ഇവിടെ ഞാൻ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് കണ്ട സമയം പോയിട്ടില്ല, കാരണം ആരും എത്തിയിട്ടില്ല. കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അവരാരും എത്തിയിട്ടില്ല. പിന്നെ അമ്മാമ്മ കുക്കിങ്ങിലാണ്. കുറെയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം അതുവരെ ഞാൻ ഇവിടെ ബിഗ് ബോസ് കാണുന്നത്. ഇനി അവര് വന്നിട്ട് നമ്മുടെ മെയിൻ പരിപാടിയായ സദ്യ കഴിക്കലിലോട്ട് കടക്കും. അപ്പൊ അതുവരെ ബിഗ് ബോസ് കണ്ട സമയം പോകും. അത്രേ ഉള്ളൂ. ഇനി അവര് വന്നിട്ട് അടുത്ത ഷോട്ട്. ബൈ ഗൈസ്. എല്ലാരും വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. കാരണം ഞാൻ ഒരാൾ മാത്രമേ ഒരു ഗേൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ബോയ്സ് ആണ്, എന്റെ കസിൻസ്. എല്ലാരും കളിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ എല്ലാരെയും നോക്കിക്കൊണ്ടിരിക്കും. ഇനി സദ്യക്കുള്ള ടൈമായി. അപ്പൊ സദ്യ കഴിക്കാൻ പോവാം. അപ്പം ഇതൊക്കെയാണ് ഇന്ന് അമ്മാമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ കറികൾ. അതിനുശേഷം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. വീഡിയോ എടുത്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ ഒരു വോയിസ് ഓവർ ചെയ്യണത്. അപ്പം അടിപൊളിയായി ഇന്ന് ആ സദ്യ. നല്ല ചോറും പരിപ്പുമായിട്ടൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റായിരുന്നു. നല്ല അടിപൊളി സദ്യ ആയിരുന്നു. പിന്നെ എൻ്റെ കസിൻസും എൻ്റെ അനിയനും എല്ലാവരും കഴിച്ച്. പിന്നെ പായസം, ഒപ്പം ഗംഭീരം പായസമായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ച് വയറ് ഫുള്ളായി. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി വീട്ടിൽ വന്നു. ഇനി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സദ്യ കഴിച്ചാൽ എല്ലാവരും ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് ബോധം കെട്ട് കിടന്നുറങ്ങുന്ന ഒരു ഉറക്കം. അതാണ് ഒരു മെയിൻ സ്റ്റെപ്പ് സദ്യ കഴിച്ചിട്ടുള്ള. അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞു പോകുന്നുണ്ട്. പായസം കഴിച്ചിട്ട് കിറുക്കൊക്കെ ഉണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഒരു കുട്ടി ബ്ലോഗാണ്. വലിയ മികച്ച ബ്ലോഗേഴ്സിനെ പോലെയൊന്നും കാണില്ല, എന്നാലും എൻ്റെ ഒരു ചെറിയ സന്തോഷത്തിനൊരു ബ്ലോഗ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.